എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാനിപ്പോൾ ചിദംബരത്താണ് ഉള്ളത്. നമുക്കറിയാം, ECHS സംബന്ധിച്ച് നാം നേരിടുന്ന പ്രയാസങ്ങൾ, പാലക്കാട് ജില്ലയിലെ പ്രത്യേകിച്ച് കിഴക്കൻ മേഖലയിലുള്ള ആൾക്കാർ നേരിടുന്ന പ്രയാസങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ അവിടുത്തെ ബ്ലോക്കിലെ ഭാരവാഹികളും അവിടുത്തെ മുത്തോടന്മാരും അറിയിച്ചതിൻ്റെ ഭാഗമായുള്ള ശ്രമം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. 2003 ആരംഭിച്ച ECHS സംവിധാനം 2004 പാലക്കാട്ട് ആദ്യ B ഗ്രേഡ് പോളിക്ലിനിക്കിൻ്റെ ലിസ്റ്റിൽ പാലക്കാട് നിന്ന് സ്ഥാനം ലഭിച്ചു. ചന്ദ്രനഗറിൽ ആരംഭിച്ചു. ഇന്ന് 20 വർഷം കഴിഞ്ഞ് ECHS സംവിധാനം ഇപ്പോഴും പാലക്കാട് കിഴക്കൻ മേഖലയിൽ എംപാനൽ ആശുപത്രി ഇല്ല എന്നുള്ളത് ചിറ്റൂർ, ആലത്തൂർ, നെന്മാറ, വടക്കഞ്ചേരി, ചിറ്റലഞ്ചേരി, അതുപോലെ മംഗലം ഡാം, നെല്ലിയാമ്പതി പോലെയുള്ള ഹിൽസ് പ്രദേശങ്ങളിലടക്കമുള്ള മുക്തോടന്മാരും അവരുടെ ആശ്രിതരും നേരിടുന്ന പ്രയാസങ്ങൾ നമ്മൾ അതോറിറ്റി അറിയിക്കുകയും നിരവധി തവണ ലെറ്റർ കറസ്പോണ്ടൻസ് നടത്തിയിട്ടും പരിഹാരം കാണാതെ വന്നപ്പോൾ MODക്ക് വിവരാവകാശം കൊടുക്കുകയും രാജ്യരക്ഷാ വകുപ്പ് മന്ത്രിക്കും കേരളത്തിൽ നിന്നുള്ള 2 സഹമന്ത്രിമാർക്കും പാലക്കാട് ജില്ലയിൽ നിന്നുള്ള 2 MP മാർക്കും നിവേദനം നൽകുകയും തുടർച്ചയായിട്ടുള്ള സമഫലമായി ഇന്ന് ഒരു വിഷയം എല്ലാവരുടെയും ശ്രദ്ധയപ്പെടുത്തിയാണ്. നമ്മുടെ ചിരകാല അഭിലാഷമായ നെന്മാറ അവിറ്റീസ് ഹോസ്പിറ്റൽ എംപാനൽ ആയി ECHS എന്ന വിവരം എല്ലാവരെയും സന്തോഷത്തോടെ കൂടെ അറിയിക്കുകയാണ്. അതിനുവേണ്ടി ആ പ്രദേശത്തെ ബ്ലോക്കുകാരും മുത്തോടന്മാരും നമ്മളോടൊപ്പം സഹകരിച്ച്, പാലക്കാട് ജില്ലാ കമ്മിറ്റിയോട് സഹകരിച്ച് നമ്മൾ അവിറ്റീസ് ഹോസ്പിറ്റലിൽ പോവുകയും അവർ അത് പോസിറ്റീവ് എടുക്കുകയും അവരുടെ ആഗ്രഹവും അവരുടെ അപ്ലിക്കേഷൻസും അതിനുവേണ്ട സഹകരണവും ഒക്കെ നമ്മൾ കൊടുത്തു. എന്നാൽ ജൂലൈ 4 റീജിയണൽ സെൻറ്ററിൽ നിന്നും അതുപോലെ സെൻട്രൽ ഓർഗനൈസേഷനും ഒക്കെ വെരിഫിക്കേഷൻ കഴിഞ്ഞ് ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞ് ജൂലൈ 4 MODയിൽ റെഫർ ചെയ്ത ഇത് മാസങ്ങളോളം അത് പരിഗണിക്കാതെ വന്നപ്പോഴാണ് നമ്മൾ രാജ്യരക്ഷാ വകുപ്പ് മന്ത്രിക്കും അതുപോലെ സഹമന്ത്രിമാർക്കും അതുപോലെ MP മാർക്കും അതുപോലെ വിവരാവകാശം ഒക്കെ കൊടുക്കേണ്ടി വന്ന്. എന്തായാലും സന്തോഷകരം അറിയിക്കട്ടെ, അവിറ്റീസ് ഹോസ്പിറ്റൽ എംപാനലായി പാലക്കാടിൻ്റെ എല്ലാ ഭാഗങ്ങളിലുള്ള ആൾക്കാർക്ക് ഗുണകരമാണ്, പ്രത്യേകിച്ച് കിഴക്കൻ മേഖലയിലുള്ള ആൾക്കാർക്ക്. അതോടൊപ്പം പാലക്കാടും പെരിന്തൽമണ്ണയിലും തിരക്ക് കുറയുമ്പോൾ പേഷ്യൻസിന് കുറച്ചുകൂടി നല്ല സേവനം കിട്ടാൻ സാധ്യമാകും. അതിന് പ്രയത്നിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് ECHS OICക്കും അതുപോലെ തന്നെ റീജിയണൽ ഡയറക്ടർക്കും അതുപോലെ അവിടുത്തെ സ്റ്റാഫ് ഓഫീസർമാർക്കും സെൻട്രൽ ഓർഗനൈസേഷനിലെ MD ECHSനും അവിടുത്തെ സ്റ്റാഫ് ഓഫീസർമാർക്കും അതുപോലെ അതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാ ആൾക്കാർക്കും സംഘടനാ ഭാരവാഹികൾക്കും കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഞാനിപ്പോൾ ചിദംബരത്താണുള്ളത്. ഏതായാലും ഈ വിവരം ഇവിടെ നിന്ന് ഇത്രയും ദൂരത്തു നിന്നാണെങ്കിലും അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. തിരക്കുകൾക്കിടയിൽ ഇന്ന് ആലത്തൂരിൽ നടക്കുന്ന ബോധവൽക്കരണ സെമിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആശംസ നേരുന്നതോടൊപ്പം അതിനുവേണ്ടി പ്രയത്നിക്കുന്ന സൈന്യക്ഷേമ ഓഫീസർ അടക്കമുള്ള ആൾക്കാർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നമ്മുടെ ഇത്തരം കാര്യങ്ങളിലേക്കുള്ള ഇടപെടൽ ഏതായാലും നമ്മുടെ സമൂഹത്തിന് ഗുണകരമാകുന്നുണ്ട്. എല്ലാവരുടെ സഹകരണം ഇനിയും പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.